കടുത്ത വേനലിൽ വലഞ്ഞ കർണാടകയിലെ പച്ചക്കറി കർഷകർ ചൂട് കൂടിയതോടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം കിട്ടാത്തതുകൊണ്ട് കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്നു. സൂര്യാതപ മുന്നറിയിപ്പുള്ളതുകൊണ്ട് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതും ബുദ്ധിമുട്ടായിരിക്കുന്നെന്നാണ് കർഷകർ പരാതി പറയുന്നത്. വേനൽ കടുത്തതോടെ പച്ചക്കറി കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പാവയ്ക്ക, പയർ, ബീൻസ്, വഴുതന ഉൾപ്പെടെയുള്ളവയാണ് പ്രധാന കൃഷി. വിളകൾക്ക് ആവശ്യമായ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് കുഴൽക്കിണറുകളെയാണ്. എന്നാൽ ചൂട് കടുത്തതോടെ ഭൂഗർഭജലത്തിന്റെ തോതും കുറഞ്ഞിരിക്കുകയാണ്. ನೀರಿನ ಪ್ರಾಬ್ಲಮ್ ಇದೆ. ನೀರಿನ ಪ್ರಾಬ್ಲಮ್ ಇದ್ದು ಬೆಳೆ ಬೆಳೆದ್ರೂ ಬೆಳೆ ಸರಿಯಾಗಿ ಆಗಲ್ಲ ನೀರು ಪ್ರಾಬ್ಲಮ್ಗೆ. ಅದು ತಗೊಂಡೋದ್ರೂ ಅಲ್ಲಿ ಮಾರ್ಕೆಟ್ಗೆ ಹೋದ್ರೂ ಅಲ್ಲಿ ರೇಟ್ ಪ್ರಾಬ್ಲಮ್ಮು. ರೇಟ್ದು ಈ ಸರಿ ತುಂಬ ಪ್ರಾಬ್ಲಮ್ ಇದೆ. ಹಂಗಾಗಿ ರೈತನಿಗೆ ತುಂಬ ಕಷ್ಟನೇ. ಬೆಳೆ ಬೆಳೆದ್ರೂ ಕಷ್ಟ, ಬೆಳೆದಿದ್ರೂ കഷ്ടം. ഈ വർഷം ചൂട് 36 മുതൽ 46 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിയത്. മതിയായ വേനൽ മഴ ലഭിക്കാത്തതും കർഷകരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. मेरा नाम प्रवीण है, मैं MBA ग्रेजुएट है. मैं बचपन से काम कर रहा है क्षेत्र में. प्रीवियस ईयर अभी देख के प्रीवियस अभी तक बारिश ज़्यादा होने तो अभी ठंडा हो रहा है. आज दिस ईयर नहीं हो रहा. हाँ, इसलिए ज़्यादा प्रॉब्लम हो रहा है. വടക്കൻ കർണാടകയിലെ ജില്ലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ചൂട് അതികഠിനമായതിനാൽ ജോലി ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ಕೆಲಸ ಮಾಡಿದ್ರೆ ನಮ್ಗೆ ಉಂಟು, ಇಲ್ದಿದ್ರೆ ಇಲ್ಲ. ನೀರಿಗೂ ಅಭಾವ, ಊಟಕ್ಕೂ ಅಭಾವ. ಸ್ವಲ್ಪ ದಯವಿಟ್ಟು ನಮ್ಮ ಕೈಯೇನಾದ್ರೂ ಅನುಮತಿ ಮಾಡ್ರಿ. ശക്തമായ ചൂടിൽ 50ഓളം പേർക്കാണ് സൂര്യാഘാതമേറ്റത്. ചൂട് അതികഠിനമാണെങ്കിലും കർഷകരെ സംബന്ധിച്ച് ഈ കാലവും അതിജീവിച്ചേ മതിയാകൂ. വിളനാശത്തിനൊപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മതിയായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ്. അരളൂരിൽ നിന്നും ജിതിന്ദനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.